പാസ്റ്റർ കെ.പി. ബാബുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് കെ.പി. ബാബു ആണ്. എൻ്റെ സ്ഥലം വന്നിട്ട് പാറശാല ജംഗ്ഷനിലാണ്. ഗിദിയോൻ മിഷൻ ചർച്ച് ഓഫ് ഇന്ത്യയാണ് എൻ്റെ ചർച്ചിൻ്റെ പേര്. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ പാറശാല ജംഗ്ഷനിലാണ്. പാറശാല ജംഗ്ഷനിലാണ് ഞാൻ വന്നിട്ട് വളർന്നതും. ഞാൻ ജനിച്ചത് വന്നിട്ട് പാറശാല ഗവൺമെൻറ് ആശുപത്രിയിലാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇന്ന് ഈ ആരോമൽ TV പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ച, എന്നെ പരിചയപ്പെടുത്തിയ ബ്രദർ, നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഉണ്ടായ ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്, ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചിരുന്നു. എന്നെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് എന്നെ ദൈവം കണ്ടിരുന്നു. ഈ കണ്ടതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി ഇരിക്കുന്നു. സാക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജനിച്ച് വളർന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് വലിയ ഈ ജാതി വ്യവസ്ഥയുടെ അടിമകളായി ഇരുന്നോ അങ്ങനെയുള്ള ഒരു അടിമ പോലെ അന്ന് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ജാതി വ്യവസ്ഥകൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ആണ് ഞാൻ ജീവിച്ചു കൊണ്ടിരുന്നത്. അന്ന് ഞാൻ വളർന്ന എൻ്റെ ജംഗ്ഷനിലെ പാറശാല ജംഗ്ഷനിലാണ് ഞാൻ വളർന്നു വന്നത്. ഞാൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്ത് ഞാൻ പഠിക്കാനായി ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. പ്രയാസപ്പെട്ട കാലത്തിലെല്ലാം ജാതി വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് കൊണ്ട് വളരെ സാറന്മാരുടെ കയ്യിൽ നിന്നും വളരെ അടികൾ കൊണ്ടതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് വസ്ത്രമില്ല, നേരെ ആഹാരമില്ല. ആ ഒരവസ്ഥയിൽ അവിടെ നിന്ന് 5ാം ക്ലാസ് ജയിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. 5 ജയിച്ച് പുറത്തേക്ക് വരുന്നു. പിന്നെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ വ്യവസ്ഥകൾ നിലനിന്ന കാലത്താണ് ഞാനിത്. കാരണം എൻ്റെ അച്ഛനാണെങ്കിൽ മദ്യപാനിയാണ്. എപ്പോഴും വീട്ടിൽ ഉപദ്രവമാണ്. ഒരു സ്വസ്ഥതയില്ലാതെ ജീവിച്ചിരുന്ന കാലം. 12ാം വയസ്സ് മുതൽ പഠിത്തത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് 12ാം വയസ്സ് മുതൽ കൊച്ചു ജോലികൾക്ക് പോകാൻ തുടങ്ങി. ഈ ചെറിയ ജോലികൾ ചെയ്ത് പോയിട്ട് വിശക്കുന്ന സമയത്തിന് ചില കല്യാണ വീടുകളിൽ ചെന്ന് ആഹാരത്തിന് വേണ്ടി ചെന്ന് നിൽക്കാറുണ്ടായിരുന്നു. നിൽക്കുന്ന കാലത്ത് ഞങ്ങളെ അവിടെ നിന്ന് എഴുപ്പിച്ചു വിടുമായിരുന്നു. ഞങ്ങൾക്ക് ആഹാരം കിട്ടാറില്ല. വളരെ വേദനയോടെ ഞങ്ങൾ എഴിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പുറകുവശത്തുള്ള ആഹാരങ്ങൾ വേസ്റ്റാക്കി എടുത്ത് കളയുന്ന സ്ഥലത്ത് പോയി അതിൻ്റെ ആഹാരങ്ങളെല്ലാം നല്ല ഭാഗം നോക്കിയെടുത്ത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനും എൻ്റെ അമ്മയും എൻ്റെ മറ്റു 2 സഹോദരന്മാരും എൻ്റെ അനിയത്തി, അപ്പം ഞങ്ങൾ 4 പേരായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. അങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു. വളരെ ഇതിൽ നിന്നൊരു കരകയറുവാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ചിരുന്നു. അങ്ങനെ 12ാമത്തെ വയസ്സ് തീരുന്നതിന് മുമ്പ് തന്നെ 13 വയസ്സിൽ നല്ലൊരു പൂകെട്ടുകാരൻ, ആരം കെട്ടുന്ന ഒരാളായി തീർന്നു. നിറയെ കല്യാണാരങ്ങൾ, ദേവന്മാർക്കുള്ള ആരങ്ങൾ, എല്ലാ ആരാധനകളും ആരങ്ങളെ കെട്ടി ആരം കെട്ട് പൂക്കടയിൽ ആരം കെട്ടുന്ന ഒരു മനുഷ്യനായി തീർന്നു. അങ്ങനെയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് കടന്നുപോയത്. പോകുമ്പോഴൊക്കെയും എൻ്റെ ചിന്ത, എന്നെ ഭക്ഷണത്തിരുന്നപ്പോൾ ഇറക്കി വിട്ടവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ ഉണ്ടാകണം, എങ്ങനെ നിൽക്കണം എന്നുള്ള എൻ്റെ ചിന്ത എൻ്റെ ഹൃദയത്തിലും എൻ്റെ മനസ്സിനകത്ത് വളരെയധികം എനിക്ക് കണ്ണടയ്ക്കുമ്പോഴൊക്കെയും ആ ഓർമ്മകൾ കടന്നു വരും.
ഈ ഓർമ്മകൾ കടന്നു വരുമ്പോഴൊക്കെയും എനിക്ക് ഈ വ്യവസ്ഥയോട്, ജാതി വ്യവസ്ഥയോടും മറ്റുള്ളവരോടുമുള്ള പക അതെൻ്റെ മനസ്സിനകത്ത് ഉരുവായിക്കൊണ്ടേയിരുന്നു. ഈ മനസ്സിനകത്ത് ഈ പക ഇങ്ങനെ ഉരുവായിക്കൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ ഞാൻ കുറച്ച് മൃഗമായിട്ട് മാറിക്കൊണ്ടിരുന്നു. അതൊരു മൃഗമെന്ന് പറയുമ്പോൾ, മൃഗത്തിനെ കൊച്ചുകുട്ടി ഒരു മൃഗമായി തീരുമ്പോൾ അത് വളർന്ന് വരുമ്പോൾ അതിൻ്റെ മൃഗത്തനത്തിൻ്റെ ഷണ്ഡിയ കൂടിക്കൂടി വരും. ഇതേപോലെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ അധികരിച്ചത്. അപ്പോൾ ഞാൻ ആരെയും മതിക്കാറില്ല, ആരുടെയും മുമ്പിൽ തലകുനിയാൻ എനിക്കിഷ്ടമില്ല. എന്നാൽ എനിക്കൊരു ചിന്ത ഉണ്ട്, ഒരു ദൈവം ഉണ്ട്. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ മുറ്റത്തിലെ എൻ്റെ വീട്ടിൻ്റെ ഒരു 50 മീറ്റർ പോകുമ്പോൾ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൽ പോയി കാലത്ത് കുളിച്ച് റെഡിയായിക്ക് വരും. ആ ക്ഷേത്രത്തിൽ ചെന്ന് തൊഴാറുണ്ട്, ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ വിഷയങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകണം, നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടി നമ്മുടെ ഈ ജീവിതം ഒരു മാറുമോ, അല്ല എൻ്റെ ജീവിതത്തിൽ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാകുമോ, ഇനിയുള്ള ജീവിതം ഇങ്ങനെ തന്നെ ജീവിക്കുമോ എന്നുള്ളൊരു ചിന്ത എന്നിൽ ഓടിക്കൊണ്ടേയിരുന്നു. എൻ്റെ സഹോദരന്മാർക്ക് ആഹാരം കൊടുക്കണം, എൻ്റെ അനിയത്തിക്ക് ആഹാരം കൊടുക്കണം, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നുള്ള ചിന്ത 13 വയസ്സിൽ കുറച്ചുകൂടെ സ്ട്രോങ്ങായി. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ എവിടെ കിടന്ന് ഞാൻ ഉറങ്ങുന്നതൊക്കെയും എൻ്റെ വീട്ടിൽ പോകില്ല. ഞാൻ പാറശാലയിൽ ഒരു ജയചന്ദ്ര തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു പഴയ. ആ ജയചന്ദ്ര തിയേറ്ററിൻ്റെ വരാന്തയിൽ പൂക്കടമുണ്ട്. ആ പൂക്കടയിലെ ചാക്ക് വലിച്ച് എൻ്റെ ശരീരത്തിലൂടെ മൂടി ഞാൻ കിടന്ന് ഉറങ്ങാറുണ്ട്. അങ്ങനെ ഉറങ്ങിക്കിടന്ന എനിക്ക് ഒരു വലിയ ഈ ദേഷ്യം എന്നിൽ ഭയങ്കരമായി വർദ്ധിച്ചു വന്നു. അങ്ങനെ സിനിമാപ്പരയിൽ എനിക്ക് കപ്പലണ്ടി കച്ചവടം ചെയ്യാനുള്ള ഒരു വേക്കൻസി കിട്ടി. അങ്ങനെ ഞാൻ സിനിമാപ്പരയിൽ സിനിമ കാണാൻ വരുന്നവർക്കെല്ലാം കപ്പലണ്ടി കച്ചവടം ചെയ്യും. അങ്ങനെ എൻ്റെ കുടുംബത്തെ പുലർത്താനായി അവിടെ നിന്ന് കിട്ടുന്ന 50 പൈസ എൻ്റെ വീട്ടിൽ ഒരു വലിയ അനുഗ്രഹമായി. അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും 50 പൈസ. ഒരു രാത്രി മുഴുവൻ നിൽക്കണം, 4 ഷോ അതിനകത്ത് ഓടുന്നവരെ ഈ കപ്പലണ്ടി കച്ചവടം ചെയ്ത് 50 പൈസ കിട്ടും. ഈ 50 പൈസ എൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കും. അങ്ങനെ വളർന്നു. ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും, ഞാൻ സാക്ഷി പറയുന്ന സമയത്തിന് എൻ്റെ അച്ഛനുമില്ല, അമ്മയുമില്ല. എന്നാൽ ദൈവം എന്നെ കണ്ടിരുന്നു. ദൈവം എന്നെ കണ്ടിരുന്ന മാത്രമല്ല, ദൈവത്തിന് എന്നെക്കുറിച്ച് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നത് കൊണ്ട് ആ ദൈവം ഇന്നും എന്നെ കരം പിടിച്ച് വഴി നടത്തുന്നു. ആ അവസ്ഥയിൽ നിന്ന് 14ാമത്തെ വയസ്സിലേക്ക് അടുക്കുമ്പോൾ 2.5 മാസം എനിക്ക് ഒരു വണ്ടി കഴുകാനുള്ള വേക്കൻസി കിട്ടി. ഒരു കാറ് കഴിയുമ്പോൾ എനിക്ക് 50 കാശ് കിട്ടും. അപ്പോൾ ഈ പൂക്കടയിലെ ജോലിയും കാറ് കഴുകുന്നതും കൂടെ ചേർന്ന് 1 രൂപ കിട്ടും. ആ 50 പൈസയിൽ ഞാൻ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു 3 ദോശ കഴിച്ചാൽ എനിക്ക് മതിയാവും. അപ്പോൾ ഈ കാശിനെ കൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ കൊടുക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ കൊടുത്ത് എൻ്റെ വീട് ഒരു സന്തോഷകരമായി ജീവിക്കണമെന്ന് ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പിന്നെ ആയപ്പോൾ ഞാൻ ആ ഓട്ടിച്ച 2.5 മാസം കൊണ്ട് ആ വാഹനം പഠിക്കുവാൻ ഇടയുണ്ടായി. 14 വയസ്സായപ്പോൾ ഞാനൊരു നല്ല ഒരു ഡ്രൈവറായി തീർന്നു. എൻ്റെ ഉള്ളിലെ പക ഇത് വളർന്നുകൊണ്ടേയിരുന്നു. ഈ പക
ഒരു വലിയ പ്രശ്നങ്ങൾക്കും വലിയ പ്രതിസന്ധികൾക്കും ഇടയായിത്തീർന്നു. അത് ആരുടെ മുൻപിലും തലകുനിയാതെ ആരെന്തു പറഞ്ഞിരുന്നാലും അതിന് മറുപടി അടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു മൃഗമായ ഒരു മനുഷ്യനെ പോലെ ആയിത്തീർന്നു. തീരുമ്പോഴൊക്കെയും ഞാൻ ഉറങ്ങുമ്പോൾ ദൈവസനയിൽ കേൾക്കാറുണ്ട്, ഇത് തന്നെ എൻ്റെ ജീവിതം, എൻ്റെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകുമോ? ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴും ഞാൻ കിടക്കുന്നത് ഈ പൂക്കടയുടെ സൈഡിൽ ഒരു ചാക്ക് മൂടി കിടക്കും. കിടക്കുമ്പോഴൊക്കെയും എൻ്റെ അടുക്കലും ഇതേപോലെ വീടില്ലാത്ത കഷ്ടപ്പെടുന്ന നിറയെ പേർ വന്ന് കിടക്കാറുണ്ട്. ആ വേദന എന്നെ കല്യാണ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സംഭവങ്ങൾ, എന്നെ കല്യാണ വീട്ടിൽ ചെന്നിരുന്ന എന്നെ തള്ളിവിട്ടുന്ന സംഭവങ്ങൾ, ഇതൊക്കെ എൻ്റെ കൺമുമ്പിൽ ഒരു വലിയ വെളിച്ചമായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പലപ്പോഴും എന്നെ തന്നെ തിരുത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു നോക്കി. ഡ്രൈവർ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ, പലതും കാര്യങ്ങളും ചെയ്യുവാൻ എന്നെ കൊണ്ട് പ്രേരിപ്പിച്ചു. പല കാര്യങ്ങളും ചെയ്യുവാൻ എന്നെ കൊണ്ട് പ്രേരിപ്പിച്ചു. ഈ ഡ്രൈവറിൽ തന്നെ ഏറ്റവും നല്ല സ്ട്രോങ്ങായി വണ്ടി ഓടിക്കുന്ന ഒരു നല്ല ഡ്രൈവറായി തീർന്നത് മാത്രമല്ല, സവാരി മാത്രമല്ല എൻ്റെ തൊഴിൽ, മറ്റുള്ള കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഞാൻ ഈടുപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വയസ്സ് താണ്ടിപ്പോയി. 18 വയസ്സായപ്പോൾ ലൈസൻസ് എടുത്തു. ഈ 18 വയസ്സ് ലൈസൻസ് എടുക്കുന്ന സമയത്തിന് തിരുവനന്തപുരത്താണ് ചെന്നാണ് ലൈസൻസ് എടുക്കേണ്ടത്. ഇന്നാണെന്നുണ്ടെങ്കിൽ പാറശാല എല്ലാ സ്ഥലങ്ങളിലും RT ഓഫീസിലുണ്ട്. അന്ന് RT ഓഫീസ് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് ചെന്ന് ലൈസൻസ് എടുക്കുകയും 18 വയസ്സിൽ എനിക്ക് ലൈസൻസ് ലഭിക്കുകയും ചെയ്തു. ഈ ലൈസൻസ് ലഭിച്ച അന്ന് മുതൽ ഞാൻ വീണ്ടും പലവിധമായ കാര്യങ്ങൾ ഈ വാഹനം ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, എന്തെല്ലാം കാശുണ്ടാക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ കാശുണ്ടാക്കാം, ഏതെല്ലാം രീതിയിൽ കാശുണ്ടാക്കാം. എനിക്ക് കിടന്നുറങ്ങാൻ അപ്പനും അമ്മയും ആരുടെയും മുമ്പിൽ തലകുനിയാതെ വണ്ണം, അമ്മ എൻ്റെ സഹോദരന്മാർ ആരുടെ മുമ്പിൽ തലകുനിയാതെ വണ്ണം, ഇവർക്ക് സന്തോഷകരമായി ഇരിപ്പാൻ ഒരു വീട് വേണം. പല കാര്യങ്ങളും ചെയ്ത് ജംഗ്ഷനിൽ ഒറ്റയ്ക്കൊരു വീട് വാങ്ങി. ജംഗ്ഷനിൽ തന്നെ ഒറ്റയ്ക്ക് വീട് വാങ്ങിച്ചു. അത് ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന വീടാണ്. അപ്പോൾ ദൈവം എന്നെ കണ്ടിരുന്നു. എനിക്ക് ദൈവമാണ് എനിക്കെല്ലാം ചെയ്യുന്നതെന്ന് എൻ്റെ മനസ്സിനകത്തുണ്ടെങ്കിലും എൻ്റെ കാഠിന്യത എന്നിൽ നിന്ന് മാറുന്നില്ല. ഞാൻ കൊച്ചു പ്രായത്തിൽ ചെയ്ത എന്നെ ഉപദ്രവിച്ചവരെല്ലാവരെയും മുമ്പിലും അവരെക്കാളും എനിക്ക് വളരണം. ഇന്ന് അവരാരും ഒന്നും ഇല്ലാതെ പോയി. അവരൊന്നും ഇന്ന് സമൂഹത്തിൽ അവരാരുടെയും തലയും കാണാനില്ല, അവരാരും കാണാനുമില്ല. അവരുടെ ജീവിതമെല്ലാം തകർന്നു പോയി. അങ്ങനെ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ 20 വയസ്സൊക്കെ താണ്ടിയപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ നിൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടമുണ്ടാവും എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബക്കാർ ചേർന്ന് 1987 എനിക്കൊരു കല്യാണം നിശ്ചയിച്ചു. 87 എന്നെ കല്യാണം കഴിപ്പിച്ചു. ഈ ഒറ്റയ്ക്ക് വാങ്ങിച്ച വീട് വിലയ്ക്ക് വാങ്ങിച്ചു. അവിടെയായിരുന്നു ഞങ്ങൾ താമസമായത്. നമ്മൾ താമസിച്ചു കൊണ്ടിരുന്നിരുന്നാലും രാഷ്ട്രീയ സംബന്ധമായ കാര്യങ്ങളിലും CITUവിൻ്റെ ജില്ലാതലങ്ങളിലും പാർട്ടി CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാറശാല ലോക്കൽ സംബന്ധമായ കാര്യങ്ങളിലും ശക്തമായി ഇടപെടുന്ന ഒരാളാണ്. പാറശാല ബാബു എന്നാണ് എൻ്റെ പേര് പറയുന്നത്. അന്ന് പറഞ്ഞിരിക്കുന്ന പാറശാല ബാബു എന്നാണ് എന്നെ വിളിക്കപ്പെടുന്നത്.
അത് പണ്ടത്തെ ആളുകൾക്ക് എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇത്തിരി ആളുകൾക്ക് എന്നെ അറിയാൻ കഴിയും. എൻ്റെ ശൈലി എന്താണ്, എൻ്റെ ജീവിതം എന്താണ്, ഞാൻ ആരാണ്. കാരണം ഈ 5 ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. 5 ജയിച്ചു. 6 പോയപ്പോഴാണ് എൻ്റെ വിശപ്പിൻ്റെ കാര്യം ഞാൻ അറിയുവാൻ ഇടയുണ്ടായത്. അങ്ങനെയാണ് ഞാൻ യേശുവിൽ ഇവിടെ ആ പഠിത്തം നിർത്തി പുറത്തേക്ക് വരാൻ കാരണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, നമ്മളൊന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ ഈ സമയങ്ങളിലും നമ്മളെപ്പോലെ ഇപ്പോൾ ഈ സാക്ഷിയെപ്പോലെ തന്നെ അനേകം പേർ പകയും വിദ്വേഷവും മനസ്സിലടക്കിക്കൊണ്ട് തിരിയുന്ന അനേകം പേരുണ്ട്. അത് പലവിധമായ കാര്യങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും. എന്നെ കൊണ്ട് എത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുവാൻ കാരണം. എന്നെക്കൊണ്ട് എത്തിച്ചത് ഒരു വലിയ ഗൂഢമായ ഒരു വലിയ ഒരു ഗുഹയ്ക്കുള്ളിൽ കൊണ്ടെത്തിച്ചതുപോലെ, ഒരു കൊള്ള സംഘത്തിൻ്റെ മുമ്പിൽ എന്നെ കൊണ്ടെത്തിച്ചതുപോലെ എത്തിച്ചു. ഒന്നിനും ഭയപ്പെടാറില്ല, ഒന്നിനും തലകുനിയാറില്ല, ഒരു മനുഷ്യൻ്റെ മുമ്പിലും ചെന്ന് ചിരിക്കാറില്ല. ചിരിച്ചെനിക്കറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരുന്ന എനിക്ക് കല്യാണം കഴിയുവാൻ ഇടവന്നു. എൻ്റെ ഭാര്യ ഒരു നല്ല ഒരു ആർസിക്കാരിയായിരുന്നെങ്കിലും വിഗ്രഹങ്ങളെ വണങ്ങാത്ത ഭാര്യയായിരുന്നു. വിഗ്രഹത്തെ എന്നെ വെറുക്കുന്ന എൻ്റെ ഭാര്യ, അവളുടെ ആർസി ബൈബിളിലെ വചനങ്ങൾ എനിക്ക് പഠിപ്പിക്കുമായിരുന്നു, പറഞ്ഞു തരുമായിരുന്നു. എന്നാലും ഞാൻ അത് പറയുമ്പോൾ ചെവിയിൽ കൊള്ളുകയും അല്പം കഴിയുമ്പോൾ അതിനെ വിട്ടുകളയുകയും ചെയ്യും. എനിക്കെൻ്റെ ക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോൾ ഉത്സവത്തിന് കാശ് വരിക പ്രബലമായ രണ്ട് ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് മഹാദേവർ, ഒന്ന് ഭദ്രകാളിയമ്മൻ ക്ഷേത്രം. ഈ 2 ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിൽ ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നത്. അതിൻ്റെ ഉത്സവ കമ്മിറ്റിയിലും ആണ്, എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ടാകും. അത് വലിയ ഒരു ഭയങ്കര ആഘോഷമായി എടുക്കാറുമുണ്ട്. പിന്നീട് നോക്കിയപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ പുൽക്കൂടുകളും വച്ച് അതിലും ഒരു വലിയ ആഘോഷമായി എടുക്കാറുണ്ട്. പുൽക്കൂടിലും ഒരു വലിയ ആഘോഷമാണ്. ഇതിനെല്ലാത്തിനും ഈ ആഘോഷത്തിലൂടെ എൻ്റെ മനസ്സിൽ ഉറഞ്ഞു കിടന്നിരുന്ന ചില പ്രശ്നങ്ങൾ അത് മാറില്ല, എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഒരു കല്യാണ വീടുകളിൽ പോകാറില്ല, അവിടെ നിന്ന് ആഹാരം കഴിക്കാറില്ല, പോയിരുന്നാലും അവർ ആഹാരം കഴിക്കാറില്ല. കാരണം എന്നെ കൊച്ചുനാളിൽ ഏൽപ്പിച്ചു വിട്ട അത് എൻ്റെ മനസ്സിനകത്ത് ഉറഞ്ഞു കിടന്നിരുന്നു. ഇന്നത്തെ സമൂഹത്തിന്, ഇന്നത്തെ കൊച്ചുമക്കൾക്കോ ഒന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. അവരുടെ പൂർവികന്മാരുടെ, അവരുടെ അപ്പനമ്മമാരുടെ അവരുടെ അവസ്ഥകൾ ഇന്നും അറിയാതെ ജീവിക്കുന്നവർ അനേകം പേരുണ്ട്. അതൊക്കെ അറിഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായേനെ. അതിനൊക്കെ ഒരു നല്ല പരിഹാരം ഇന്നുണ്ടായേനെ. അതറിഞ്ഞ് ജീവിക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന കൊലപാതകങ്ങൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നത്. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, യേശു എന്ന മാർഗം. യേശുവിനെ ആരെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ ആ യേശു നമ്മളെ ഉയർത്ത തന്നെ ചെയ്യും. നോക്കണമേ, എൻ്റെ കല്യാണം കഴിഞ്ഞു എനിക്ക് 2 മക്കൾ കിട്ടി. ഒന്ന് മകളുടെ പേര് ആര്യയാണ്. ആര്യ നമുക്ക് പേരിടുവാൻ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പേരാണ്, നേതാവിൻ്റെ ഭാര്യയുടെ പേരാണ് ആര്യ. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഭാര്യയുടെ പേരാണ് ആര്യ. ആ പേരിടണമെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നി ആ പേര് ഞാൻ ഇടുവാനിടയുണ്ടായി. എൻ്റെ മകന് ബിപിൻ ദാസ് എന്ന് എൻ്റെ മകനും പേരിട്ടു. ഇവർ രണ്ടുപേരും വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1995 എനിക്ക്
ഞാൻ പലവിധമായ എനിക്കെല്ലാം കൂടെ എണ്ണി നോക്കിയാൽ പറ്റാത്ത കേസുകളായിപ്പോയി എൻ്റെ പേരിൽ. അപ്പോൾ എൻ്റെ 2 കിഡ്നിയും സ്റ്റക്കായിപ്പോയി. കയലൂരിയ എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ട് ബ്ലഡ്, കൊഴുപ്പ്, ഉപ്പ് എന്നുവെച്ചാൽ കിഡ്നിയെ മൂടിയിട്ട് കിഡ്നി വർക്ക് ഫങ്ഷൻ ഇല്ലാതെ ആവും. ഈ രോഗം പിടിപെടുകയും ഈ രോഗത്തിന് വേണ്ടി എൻ്റെ ഭാര്യ കൊണ്ട് ആസ്പത്രികളിൽ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങളെ ആരും സഹായിപ്പാനില്ല, ഒരു മനുഷ്യരും സഹായിപ്പാനില്ല. എൻ്റെ അമ്മയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. എൻ്റെ അമ്മ പോലും എന്നെ വന്ന് തിരിഞ്ഞു നോക്കത്തില്ല, എൻ്റെ അച്ഛൻ നോക്കുന്നില്ല, സഹോദരങ്ങൾ ആരും നോക്കുന്നില്ല. അവരെ വളർത്തിയതൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയതാണ്. അവരാരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. എൻ്റെ 2 കുഞ്ഞുങ്ങൾ, പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല. എന്താണ് പ്രയോജനം? ഈ ജീവിച്ചിരുന്നിട്ട് ഇനി ഒരു പ്രയോജനമില്ല. ഇനി എന്നെക്കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഉപദ്രവമുണ്ടാകുമോ, എൻ്റെ ഭാര്യയ്ക്ക് ഉപദ്രവമുണ്ടാകുമോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിനകത്ത് ഓടിക്കൊണ്ടേയിരുന്നു. ഓടിക്കൊണ്ടിരുന്ന ഈ ചിന്തയ്ക്കുള്ളിൽ ഈ ആസ്പത്രി പോയിട്ട് വരികയും മെഡിക്കൽ കോളേജിൽ പോവുകയും വരികയും ചെയ്യപ്പോൾ ഒരിക്കൽ ഡോക്ടർ പറഞ്ഞു, ബീർ തിയേറ്ററിലേക്ക് എനിക്കൊരു കിഡ്നി 2 ക്ലീൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ബീർ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോയി. അങ്ങനെ 3 ദിവസങ്ങളിൽ 3 പ്രാവശ്യം എൻ്റെ കിഡ്നി ക്ലീൻ ചെയ്യുകയും പുറത്തു വരുമ്പോൾ പഴയതിലാണ്. എനിക്ക് നല്ല ആഹാരം കഴിക്കാൻ കഴിയില്ല, നല്ല കഞ്ഞി മാത്രമേ കുടിക്കാൻ കഴിയൂ. അങ്ങനെ 2 കിഡ്നിയും സ്റ്റക്കായി. ഇനി ഇവിടെ മരുന്നില്ലെന്ന് എന്നെ മെഡിക്കൽ കോളേജ് വൈദ്യശാസ്ത്രം എന്നെ കൈവിട്ടു. 98 കൈവിട്ടു. കൈവിട്ട് കഴിഞ്ഞപ്പോൾ 1998 കൈവിട്ടത്. കൈവിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വൈദ്യന്മാരെ പല വിധത്തിലും നോക്കി, എല്ലാ സ്ഥലങ്ങളിലും പോയി. എല്ലാ വൈദ്യന്മാർ, ഡോക്ടർമാർ എന്നെ കൈവിട്ടു. അന്ന് ഡയാലിസിസ് ഇവിടെ ഇല്ല. ഡയാലിസിസ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഡയാലിസിന് വിധേയനായനെ. എന്നാൽ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദൈവത്തിന് ഈ പാറശാല ജംഗ്ഷനിൽ എന്നെ ക്രിസ്തുവിലേക്ക് തിരിക്കുക. ബൈബിൾ വേറൊരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരെയും ദൈവത്തിന് അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കേണ്ടതിന് അവരുടെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കണം. തിരിച്ചാൽ മാത്രമേ അവരെ അനുഗ്രഹിക്കാൻ കഴിയൂ. ഈ അകൃത്യം എനിക്കുള്ളിൽ കൂടിക്കിടന്നത് അത് വലിയ ദോഷകരമായി എന്നെ ബാധിച്ചു. ഈ അകൃത്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നും ഈ അകൃത്യങ്ങൾ കൂടിക്കിടപ്പുണ്ട്. എവിടെ നോക്കിയിരുന്നാലും ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നോക്കിയ ഈ അകൃത്യ പാപം മനുഷ്യനെ വല്ലാത്തൊരു ചിന്തയിലേക്ക് കൊണ്ടു ചെല്ലും, വല്ലാത്തൊരു വഴിയിലേക്ക് കൊണ്ടു ചെല്ലും. ഈ അകൃത്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്തതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഭാര്യ പറയും, നിങ്ങൾ ചെയ്തു കൂട്ടിയ പാവങ്ങൾക്ക് ആയിരിക്കാം, നമുക്ക് ദൈവത്തിനോട് മാപ്പ് ചോദിക്കണം. അപ്പോൾ എനിക്ക് അറിയത്തക്കായിട്ട് ഞാനൊരു പാവം ചെയ്തിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതങ്ങനെ കൂടിപ്പോകുമ്പോൾ കേസ് ഒരു വഴിക്ക് വന്നുകൊണ്ടേയിരുന്നു. പലവിധമായ കേസുകൾ, രാഷ്ട്രീയ കേസുകൾ, മറ്റുള്ളതായ കേസുകൾ. ഏകദേശം എൻ്റെ തല നിറച്ച് കേസുകളായി. 1, കേസിൻ്റെ പിറകെ പോകണം. 2, ഈ രോഗത്തിൽ നിന്ന് വിമുക്തനാകണം. നോക്കിയപ്പോൾ ഡോക്ടർമാരെന്നെ കൈവിട്ടു. എൻ്റെ ഉറ്റ സ്നേഹിതർ, ഞാൻ ട്രാൻസ്പോർട്ടിൽ ജോലി വാങ്ങിച്ചു കൊടുത്ത ആളുകൾ, പല സ്ഥലങ്ങളിൽ പോയി പല നേതാക്കന്മാരെ, അന്നത്തെ ആളുകളിൽ ജോലി വാങ്ങിച്ച് കിട്ടിയവർ എല്ലാവരും എന്നെ കൈവിട്ടു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. എന്നാൽ എന്നെ ഉപേക്ഷിച്ചില്ല ദൈവം. ദൈവം ഉപേക്ഷിക്കാത്ത എന്നെ ദൈവത്തിന് എന്നെ ആവശ്യമായിരുന്നു. ദൈവത്തിന് ആവശ്യമായതുകൊണ്ടും
ഈ കിഡ്നി രണ്ടും സ്റ്റക്കായി എന്നെ വൈദ്യശാസ്ത്രം, മെഡിക്കൽ കോളേജ് എല്ലാം എന്നെ കൈവിട്ടതിന് ശേഷം ഞാനൊരു മുതിർന്ന ഒരു ഡോക്ടറെ കാണുവാനായി അന്നുണ്ടായിരുന്ന ഒരു മന്ത്രിസഭയിലെ ആ മന്ത്രിയുടെ പിയ എന്നേക്ക് വലിയ വേണ്ടപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം കൂടെ വന്നു കൊണ്ടുപോയി. അദ്ദേഹം അകത്തിരുന്ന് ഡോക്ടറോട് സംസാരിക്കുന്നു, ഞാൻ പുറത്തിരിക്കുന്നു. അപ്പോഴാണ് ആ ഡോക്ടർ പറയുന്നത്, ഇവൻ എന്തെങ്കിലും കഴിക്കാനുള്ളതൊക്കെ കഴിക്കട്ടെ, കൂടിപ്പോയാൽ 6 മാസം തന്നെ ജീവിക്കും. ഇത് കേട്ട് എനിക്ക് ബസ്സിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പയ്യൻ എന്നോട് പറയുന്നു, അണ്ണാ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാ ആഹാരങ്ങളൊക്കെ കഴിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അണ്ണന് കുഴപ്പമൊന്നുമില്ല, ധൈര്യമായി പോവാം. എന്നെ വിളിച്ചുകൊണ്ട് വരികയുമ്പോൾ ബാലരാവരം താണ്ടിയപ്പോഴാണ് എൻ്റെ മനസ്സിനകത്ത് വേദന തുടങ്ങിയത്. എൻ്റെ 2 കുഞ്ഞുങ്ങൾ, എൻ്റെ ഭാര്യ, ഇത് ഞാൻ കല്യാണം കഴിക്കാതിരുന്നിരുന്നെങ്കിൽ മതിയായിരുന്നു, ഞാൻ പണ്ട് നടന്നതുപോലെ നടന്നിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇതായിരുന്നു എൻ്റെ ചിന്ത ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. ഈ ചിന്ത ഓടിക്കൊണ്ടിരിക്കുകയും ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടാനൊരു മാർഗവുമില്ല. അപ്പോൾ എനിക്ക് ട്രാൻസ്പോർട്ടിൽ ജോലിയുണ്ട്. ഞാൻ മോട്ടോർ മേഖലയിൽ നിന്ന് എന്നെ ട്രാൻസ്പോർട്ട് ഡ്രൈവറായിട്ട് എനിക്ക് ജോലി കിട്ടി. അന്ന് 5ാം ക്ലാസ് പാസ്സായ ജോലി കിട്ടും. അന്ന് എനിക്ക് ട്രാൻസ്പോർട്ടിൽ ഡ്രൈവറായിട്ട് ജോലി കിട്ടുകയും അന്ന് ട്രാൻസ്പോർട്ടിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നു കൂടിയതും പഴയ കേസുകളെല്ലാം എൻ്റെ തലയിലിരിക്കുന്നതും ചെയ്തു. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പുറത്തിറങ്ങിയാൽ എനിക്ക് എൻ്റെ പ്രാർത്ഥന ഓടത്തില്ല. പുറത്തിറങ്ങിയാൽ എൻ്റെ മനസ്സിലുള്ള എല്ലാ ദേഷ്യങ്ങളും, ആരോടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ച അന്നു മുതൽ ഇന്ന് വരെയും എൻ്റെ പ്രശ്നത്തിന് പരിഹാരമില്ലല്ലോ. ഞാൻ എന്തു ചെയ്യും? ഞാനൊരു വേസ്റ്റായോ? ചിന്തിക്കാറുണ്ട്. ആ ചിന്ത എൻ്റെ മനസ്സിനകത്ത് വലിയ വേദനകളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോയമ്പത്തൂർ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പങ്കെടുക്കുവാനായി പോകുന്നത്. അപ്പോൾ എൻ്റെ ഡിപ്പോയിൽ തന്നെ ഒരു മെക്കാനിക് സ്റ്റേഷനിലൊരു അണ്ണനാണ് എന്നെ കൊണ്ടുപോയത്. ഒരു പ്രാർത്ഥന സെൻറ്ററിൽ കോയമ്പത്തൂർ കണിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബ്രദർ സാംസൺ എന്ന് പറയുന്ന ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കൊണ്ടുപോയി. അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഞാൻ അവരെ കണ്ണു തുറന്ന് നോക്കും. അവിടുത്തെ അഭിഷേകത്തിൻ്റെ ആരാധനകളും ഇങ്ങനെയൊക്കെ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. വീണ്ടും പോയിട്ട് വരും. ഒരു ദിവസമായപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോവാം. ഞങ്ങളും എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും, എൻ്റെ ഭാര്യ ആരും വന്നില്ല, ഞാനും അണ്ണനും മാത്രം പോയി. പോകുന്ന സമയത്തിന് അവിടെ പോയി ഞാൻ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടേയിരുന്നു. നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഒരു വലിയ ഒരു അഭിഷേകത്തിൻ്റെ ആരാധനയാണ് നടന്നെന്ന് ഞാൻ ക്രിസ്തുവിനുള്ളിൽ വന്നപ്പോഴാണ് എനിക്കറിയാൻ കഴിയുന്നത്. അന്ന് ഒരു മിന്നൽ എൻ്റെ ശരീരത്തെ അടിക്കുവാനിടയുണ്ടായി. മിന്നൽ എന്ന് പറയുമ്പോൾ അതൊരു വെള്ളത്തിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എത്ര, അല്ലെങ്കിൽ ഒരു മിന്നൽ ആകാശത്ത് അടിക്കുമ്പോൾ എത്ര ശിഖരങ്ങളായി പോകുന്നുണ്ടോ അതേപോലുള്ള ഒരു മിന്നൽ എൻ്റെ ശരീരത്തെ അടിച്ചു. അടിയോടെ ഞാൻ മരിച്ചവനെ പോലെ വീഴുന്നു. പിന്നെ എനിക്കൊന്നും അറിയില്ല. എന്നെ കൊണ്ടുപോയ അണ്ണൻ പറഞ്ഞു, ബാബു മരിച്ചുപോയി, ഇനി ബാബുവിനെ കൊണ്ട് എനിക്ക് പാറശാല പോകാൻ കഴിയില്ല. കൊണ്ടുപോയാൽ അവിടെ എല്ലാവരും എനിക്കെതിരാവും, പ്രശ്നമാവും. ഉടൻ തന്നെ ഈ അണ്ണൻ തന്നെ എന്നെക്കുറിച്ച് ആ പാസ്റ്ററോട് ചെന്ന് പറയുവാനിടയായിരുന്നു. അദ്ദേഹം ഒരു മിലിറ്ററിക്കാരനാണ്. അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കൽ കടന്നു വന്നു. എൻ്റെ കൈ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, മരിച്ചിട്ടില്ല, ആളുണ്ട്.
അല്പം കഴിയുമ്പോൾ എഴുന്നേൽക്കും. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ, അരമണിക്കൂറാണ് 3/4 മണിക്കൂറാണ് എനിക്ക് ഓർമ്മയില്ല, ഒരു 3/4 മണിക്കൂർ ഇരിക്കും. ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ യൂറിൻ വാശ് മുഴുവനും എന്തോ വന്ന് കെട്ടിക്കിടക്കും പോലെ എനിക്ക് തോന്നി. എനിക്ക് യൂറിൻ പാസ് വേണം. വളരെ വേദനയോടെ എന്നെ അവിടെയുള്ള ഒരു ഉടങ്കാടിൻ്റെ അടിയിൽ ഒരു കല്ലിട്ട് അവിടെ ഇരുത്തി. കുറേ നേരം ഇരുന്നപ്പോൾ എൻ്റെ കിഡ്നിക്കകത്ത് എൻ്റെ കിഡ്നിയെ മൂടി വെച്ചിരുന്ന എൻ്റെ കിഡ്നിയെ ശുദ്ധീകരിച്ച് അതിനകത്തുനിന്ന് നൂലെര പോവും പോലത്തെ ഈ വേസ്റ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. രണ്ടാമതാണ് ഈ പാസ്റ്റർ കാണുകയും അതൊരു ജക്കിൽ പിടിക്കുകയും സഭയിൽ വയ്ക്കുകയും എൻ്റെ കിഡ്നിയിൽ നിന്ന് ഇതെല്ലാം പോയതാണെന്ന് കാണിച്ചു തരുവാനിടയുണ്ടായി. ദൈവം എത്ര വലിയവൻ! ആ ദൈവിക ശക്തി എൻ്റെ മേൽ വെളിപ്പെട്ടു. അത് കിഡ്നിയിൽ നിന്ന് എല്ലാം പോവുകയും എനിക്ക് വിശപ്പുണ്ടാകാൻ തുടങ്ങി. അതുവരെ എനിക്ക് വിശപ്പില്ല. എന്താഹാരം കഴിച്ചിരുന്നാലും എനിക്ക് വിശപ്പില്ലാതിരുന്നു. അന്ന് മുതൽ എനിക്ക് വിശപ്പുണ്ടാകാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് വിശപ്പുണ്ടാകാൻ തുടങ്ങി. അപ്പോൾ തന്നെ ആ പാസ്റ്റർ എനിക്ക് ഡാൽഡ എണ്ണയിൽ സാമ്യം കിണ്ടി എനിക്ക് തന്നു. അത് കഴിച്ചിട്ട് എൻ്റെ വിശപ്പ് തീർന്നില്ല. വീണ്ടും എനിക്ക് ഡാൽഡ എണ്ണയിൽ കിണ്ടി വീണ്ടും എനിക്ക് തന്നു. ഞാനത് കഴിച്ച് വെള്ളം നിറയെ കുടിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ ചർച്ചിൻ്റെ ഒരു സൈഡിൽ ഒരു പാ വിരിച്ച് കിടന്നു എന്ന് പറഞ്ഞു. ഞാനൊരു പാ വിരിച്ച് അതിനത് കിടന്നു. ഞാൻ ഉറങ്ങിയത് അന്ന് വൈകുന്നേരം ഒരു 3 മണിയായപ്പോൾ ഞാൻ കിടന്നത്. രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേറ്റു. അപ്പോൾ ഓടിച്ചെന്ന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ എൻ്റെ യൂറിൻ നല്ല തെളിഞ്ഞ്, എൻ്റെ ശരീരത്തിലെ കാലിലെ നീരില്ല, എൻ്റെ കൈകാലിലെ ശരീരത്തിൽ ഒരു നീരും കാണാനില്ല. എല്ലാം യൂറിനെല്ലാം കറക്റ്റാണ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. വേറെ പ്രശ്നമില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നെ കൊണ്ടുപോയി, ആ അണ്ണൻ എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വിശപ്പിനായി. അന്ന് ഈ 3 വർഷം കൊണ്ട് കഴിക്കാൻ പറ്റാതിരുന്ന അപ്പവും ഒരു ആംപ്ലേറ്റ്, ഒരു മുട്ട, ഇതൊക്കെ വാങ്ങി തന്നു. ഞാനന്ന് കഴിച്ചു. ഡോക്ടർമാർ പറഞ്ഞു എനിക്ക് 6 മാസമാണ് വിധി എഴുതിയത്. 6 മാസം തികയാൻ ഇനി 3 മാസം കൂടെ ഉണ്ട്. അപ്പോൾ ഈ 3 മാസത്തിനുള്ളിൽ തന്നെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെട്ടു. ദൈവം എന്നെ തൊട്ടു. ഞാൻ ദൈവത്തിനോട് പറഞ്ഞ ഒരു കാര്യം, ദൈവമേ, ഇനി എനിക്കൊരു ജീവൻ തന്നാൽ ഞാൻ യേശുവിനായി ജീവിക്കാം. ഈ ലോകത്തിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കാം എന്ന് ഒരു തീരുമാനമെടുത്തിരുന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ തീരുമാനം തെറ്റുവാനിടയുണ്ടായി. അന്ന് ഞാൻ ഒരു CA2ൻ്റെ ഒരു വലിയ ചുമതല വഹിച്ചിരുന്നു. ആ ചുമതലയിൽ നിന്നൊക്കെ എന്നെ അവരെല്ലാം മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സുഖമായി തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഈ ചുമതലയിൽ വീണ്ടും എനിക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. ആ ചുമതലയിൽ വീണ്ടും വന്നു. ചുമതലയിൽ വീണ്ടും വന്നത് മാത്രമല്ല, ഏറ്റവും ജില്ലാതലത്തിലും അഖിലേന്ത്യാ ജനറൽ കൗൺസിലിൻ്റെ തലത്തിലും പോകേണ്ട ഒരു ഇടം വന്നു. അങ്ങനെ 1 വർഷം ദൈവം നോക്കി. ഈ 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമോ? ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്നും സംഭവിച്ചില്ല. 10 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കിഡ്നി വീണ്ടും സ്റ്റക്കായി. വീണ്ടും സ്റ്റക്കാകുകയും ഞാൻ വീണ്ടും ദൈവത്തിനായി ഇതെല്ലാം ഉപേക്ഷിക്കുവാനിടയും, എല്ലാ രാഷ്ട്രീയ പദവികളെല്ലാം ഞാൻ ഉപേക്ഷിക്കുകയും യേശുവിനെ ഉയർത്തുവാൻ ഞാൻ മുമ്പോട്ട് കടന്നു വരികയും, ചെറിയ സ്ഥലങ്ങളിൽ ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുമ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെയും യേശുവിനെ കുറച്ച് പറയും.
യേശുവാണ് എനിക്ക് സൗഖ്യം തന്നത്. യേശു ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ ആരെല്ലാം സ്വീകരിച്ചിരുന്നാലും സ്വീകരിക്കുന്നവർ ആരും ലജ്ജിച്ചു പോവില്ല എന്ന് പറയാൻ തുടങ്ങി. ഈ പറയുന്ന ഓരോ വാക്കുകളും എന്നെ അറിഞ്ഞവർ, എന്നെ കണ്ടവർ, എൻ്റെ പഴയ സ്വഭാവമുള്ളവർ, പഴയ സ്വഭാവം എന്നെക്കുറിച്ചുള്ള എൻ്റെ സ്വഭാവം അറിഞ്ഞവരൊക്കെയും എന്നിൽ വിശ്വസിക്കാൻ അവർക്ക് മടിയുണ്ടായിരുന്നു. എന്നാൽ വിശ്വസിച്ചവരാകട്ടെ എന്നെ തേടി എൻ്റെ വീടുകൾ വന്ന് പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ദൈവത്താൽ എല്ലാം സാധ്യമാണ്. കാരണം എനിക്ക് ഈ കഷ്ടത വന്നപ്പോൾ 119 സങ്കീർത്തനം അത് 1 മുതൽ ലാസ്റ്റ് വരെ ഇങ്ങനെ വായിക്കുമായിരുന്നു. അതിൽ ഒരു വചനം എനിക്ക് കിട്ടിയത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനം അതിൻ്റെ 71 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കഷ്ടത വന്നത് നല്ലത്, ന്യായപ്രമാണം കൂടുതലായി പഠിക്കുവാനും ദൈവത്തോട് അടുക്കുവാനും ഇടയുണ്ടായി. അതെനിക്ക് കഷ്ടത വന്നതുകൊണ്ട് മാത്രമാണ്. എനിക്ക് കഷ്ടത, ഈ രോഗം വന്നില്ലെങ്കിലോ, ഈ കഷ്ടത വന്നില്ലെങ്കിലോ ഞാൻ യേശുവിനെ അറിയില്ലായിരുന്നു, വീണ്ടും ഒരു മൃഗമായി തീരുമായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ജയിലിനകത്ത് ജീവപര്യന്തമോ അല്ലെങ്കിൽ ഒരു കൊലപാതക പുള്ളിയായിട്ടോ അല്ലെങ്കിൽ തൂക്കുകയറിന് വേണ്ടിയോ ഞാൻ കിടന്നനെ. ആ മൃഗമായ ഒരു മനുഷ്യനെ മൃദലമായി മാറ്റിയ ദൈവം എത്ര വലിയവനെന്നറിയാമോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ സാക്ഷ്യത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരനെ, സഹോദരിയെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ സാക്ഷ്യം ഞാൻ ഇന്ന് മുഴുവനും പറഞ്ഞാലും തീരത്തില്ല. തന്നിരിക്കുന്ന പരിധിക്കകത്താണ് എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാക്ഷ്യത്തിൽ അനേകം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഇന്ന് എൻ്റെ പല്ലിൻ്റെ ഫ്രണ്ട് ഉടഞ്ഞിട്ടുണ്ട്. ഞാൻ കല്യാണ വീട്ടിൽ ചെന്നിരുന്ന് ആഹാരത്തിന് വേണ്ടിയിരിക്കുമ്പോൾ എൻ്റെ ജാതി പേര് പറഞ്ഞ് എന്നെ കാലുകൊണ്ട് കിണ്ടിയപ്പോൾ ഞാൻ വന്ന് 5 അടി താഴ്ചയിൽ വന്ന് വീഴുന്നു. അന്നെനിക്ക് കൊച്ചു വയസ്സായിരുന്നു. എൻ്റെ പല്ലു ഉടഞ്ഞുപോയി. വീട്ടിൽ വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതെ വീട്ടിൽ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്നത്തെ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നതിൻ്റെ ആ ഭാഗത്തെല്ലാം ഇന്ന് വീടുകളാണ്. അവിടെ അന്ന് ഒരു വക്കീൽ എന്ന് പറയുന്ന ആളുടെ കുറേ സ്ഥലത്ത് മരിച്ചിനി നട്ടുവെച്ചിരിക്കും. മരിച്ചിനി എന്ന് പറയും, കപ്പ. അതിൽ ഒരു കമ്പ് കപ്പ എടുത്ത് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പിഴുതെടുത്തപ്പോൾ എന്നെ കൈയോടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു നിർത്തി. ഇതിൻ്റെ ഇടയിൽ നിറയെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ആ എസ് എന്നോട് ചോദിച്ചു, എന്തെന്നാ നീ കപ്പ എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വയസ്സിൻ്റെ പ്രായം 11.5 വയസ്സാണ്. ഇതൊക്കെ ഈ ഹൃദയത്തിനകത്ത് അങ്ങനെ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ എസ് ഐ പറഞ്ഞു, നീ ഈ കപ്പയെ അവൻ്റെ കയ്യിൽ എന്നെ കൊടുത്തു, എൻ്റെ കപ്പയ്ക്ക് നീ കാശുവല്ല വേണമെന്ന് ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വഴക്ക് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൻ്റെ കഷ്ടത കണ്ട് അദ്ദേഹം അന്ന് 100 രൂപ എന്ന് പറയുന്നത് ഇന്ന് 2-3 മാസത്തേക്ക് മതിയാവുന്നത്തെ 100 രൂപ. അത് ഇന്നത്തെ തലമുറ അതറിയുന്നില്ല. ഇന്നത്തെ തലമുറ അത് അറിഞ്ഞാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് കുടുംബങ്ങളിൽ വലിയ സന്തോഷമുണ്ടാകുമായിരുന്നു, സമാധാനമുണ്ടാകുമായിരുന്നു. മാതാപിതാക്കൾക്ക് സന്തോഷം, സമാധാനം. ഇപ്പം മാതാപിതാക്കൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള സമയമില്ല അവർക്കും. ഇന്ന് പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനോ പറഞ്ഞു കൊടുക്കാനുള്ള സമയങ്ങളില്ലാത്തത് കൊണ്ട് മക്കൾ വഴിതെറ്റിപ്പോകുന്നു. മാതാപിതാക്കൾ വയോധിക കേന്ദ്രങ്ങളിൽ ഇടുന്ന ഒരു കാലഘട്ടമാണ്. ഒരു നല്ല കാണാൻ കൊള്ളാമെന്നല്ല, നല്ല
മിലിറ്ററിയിലെ പുരുഷൻ്റെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മാതാവിനെ എനിക്കറിയാം. തൻ്റെ മകൻ അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇന്ന് വയോധിക കേന്ദ്രത്തിൽ കൊണ്ടുവിട്ടിരിക്കുകയാണ്. 36,000 രൂപ മാസം അവൻ പെൻഷൻ വാങ്ങി അവൻ എടുക്കും. ഈ അമ്മയ്ക്ക് എന്ത് കിട്ടും? കാരണം ഇവർ പഴയ കാര്യങ്ങൾ പറയാറില്ല, മക്കളെ പഠിപ്പിക്കാറില്ല. മക്കൾക്ക് കിട്ടുന്ന കാര്യങ്ങളെ നമുക്ക് ഓമന പോലെ നമ്മൾ വളർത്തുന്നു. നമ്മൾ എങ്ങനെയാണ് ഇത് വളർത്തുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. യേശുവിനെ പറഞ്ഞു കൊടുക്കാറുമില്ല. യേശു ആരാണെന്ന് പോലും ഇവർക്ക് അറിയില്ല. യേശുവിൻ്റെ ചിന്തയെക്കുറിച്ച് അറിയില്ല. യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് ഇവർക്ക് അറിയില്ല. അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇവരിന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന ഈ നമ്മൾ കേരളമായിട്ട് ഇന്ത്യ ആകട്ടെ കിടക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറിയനെ. നോക്കണമേ, അങ്ങനെ യേശുവിനെ കുറച്ചായി ഞാൻ പറയുവാനിടയുണ്ടായി. പറഞ്ഞ് അനേകം പേർക്ക് എൻ്റെ സാക്ഷ്യം പറയുവാനിടയുണ്ടായി. ഇത്തിരി ആളുകൾ ബാബുണ്ണൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാനുണ്ടായി. ബാബുണ്ണൻ പഴയ ആളല്ല, ഇപ്പോൾ യേശുവിൻ്റെ മകനാണെന്ന് പറയുന്നവരും ഉണ്ടായിരുന്നു. ഇല്ല, ബാബുണ്ണൻ പഴയതുപോലെ തന്നെ ഇത് ചുമ്മാ ഒരു വേഷം കായ്ക്കണമെന്ന് പറയുന്നവരുണ്ട്. ഇല്ല, ഞാൻ യഥാർത്ഥമായി യേശുവിനെ സ്വീകരിച്ചു. യേശുവിൻ്റെ സ്നേഹമെന്തെന്ന് അറിഞ്ഞു. ഒന്നും അറിയാത്ത പഠിപ്പറിവില്ലാത്ത എന്നെ ദൈവം കുറച്ചായി എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചു. എന്നെ സഹായിക്കാൻ വന്നവർ ഞാൻ ആരാധന എൻ്റെ വീട്ടിൽ നടത്തിക്കൊണ്ടിരുന്നു. വീട്ടിൽ നടത്തുന്ന സമയത്തിന് ഒരു പ്രാർത്ഥന നടത്തുന്ന സമയത്തിന് അനേകം പേർ എനിക്കെതിരായിട്ട് എഴുന്നേറ്റു. എനിക്കെതിരായി എഴുന്നേറ്റ എല്ലാ ആയുധങ്ങളും ദൈവം ഇല്ലാതാക്കി കളഞ്ഞു. അനേകം പേർ എന്നെ എറിഞ്ഞു കല്ലുകൊണ്ട്. ആ കല്ലുകൊണ്ട് തന്നെ എന്നെ വളരുവാൻ ദൈവം എന്നെ അനുവദിച്ചു, ഉയർത്തി. ആ കല്ലുകൾ വാക്കുകൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് എനിക്ക് വിരോധമായി എഴുന്നേറ്റ എല്ലാവരുടെ മധ്യയിലും ദൈവൻ എന്നെ ഉയർത്തി. ഞാൻ എൻ്റെ ഭവനത്തിലായിരുന്നു. ഭവനം നിറഞ്ഞ് കവിഞ്ഞു. ജനങ്ങൾ ഇരിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വചനത്തെ സംസാരിക്കാൻ തുടങ്ങി. കിഡ്നി എനിക്ക് സൗഖ്യം കിട്ടി. പരിപൂർണ വിടുതൽ ദൈവം എനിക്ക് തന്നു. 2 കിഡ്നിയും ഇന്ന് ഒരു കിഡ്നി ഒരാൾക്ക് കൊടുത്തിരുന്നാൽ പോലും മറ്റു കിഡ്നിയും പ്രവർത്തിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത്ര ദൈവം എനിക്ക് 2 പുതിയ കിഡ്നിയാണ് എനിക്ക് തന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ട് വരുമ്പോൾ ഞാൻ എൻ്റെ മാനസാന്തരപ്പെട്ട എൻ്റെ പാസ്റ്ററോട് ഞാൻ പോയി. അപ്പോൾ പാസ്റ്റർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ബാബുവിന് ഞാൻ ഒരു ഇവാഞ്ചലിസ്റ്റ് ആക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഒരു കാർഡ് തരുമെന്ന് പറഞ്ഞു. ഞാൻ ഈ കാർഡ് വാങ്ങിക്കുവാനായി സന്തോഷത്തോടെ, വളരെയധികം സന്തോഷത്തോടെ ഈ കാർഡ് വാങ്ങിക്കാനായി കോയമ്പത്തൂർ കണിയൂരിലേക്ക് പോയി. പോയപ്പോഴാണ് അദ്ദേഹം എൻ്റെ തോളത്ത് കൈയിട്ടിട്ട് പറഞ്ഞു, ബാബു, നേരത്തെ അറിഞ്ഞില്ല ഇയാൾ 5ാം ക്ലാസ്സാണ് ഞാൻ പഠിച്ചിരുന്നത്. പഠിപ്പിൽ കുറവുള്ളത് കൊണ്ട് ഇത് നിനക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനും അത് ശരിയായിരിക്കും എന്ന് വിചാരിച്ചു. ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, പത്രോസ് ആരാണ്, യോഹന്നാൻ ആരാണ്, ഇവരൊക്കെ ആരായിരുന്നു എന്നെക്കുറിച്ച് ഇന്നുള്ള അറിവാണെങ്കിൽ ഞാനന്ന് പറഞ്ഞേനെ. എൻ്റെ പഠിപ്പിൻ്റെ ഇത് വെച്ച് എനിക്ക് ഇവാഞ്ചലിസ്റ്റ് ഓർഡിനേഷൻ തന്നില്ല. തരാതെ ഞാൻ ദുഃഖിതനായി ഞാനൊരു പാട്ട് പാടട്ടോ എന്ന് കേട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാടിക്കും എന്ന് പറഞ്ഞു. ആ ബർക്കമാൻസ് പാടിയ ഒരു പാട്ട് പാടി, കലങ്കാതെ കലങ്കാതെ കർത്തർ എന്നെ കൈവിട മാട്ടാർ, മുൾമുടി ഉനക്ക് വേണ്ടിത്താ, ഇറത്തമെല്ലാം ഉനക്ക് വേണ്ടിത്താ, നീ പാവങ്ങളെ അറിക്കയിട്ട് വിട്ടുവിട്, പരിശുദ്ധമായി വിട് എൻ്റെ ചൊല്ലി ഒരു പാട്ട് പാടാൻ ദൈവം അവിടെ അനുവദിച്ചു. ഞാൻ അവിടെ പാടി.
ആ പാടിയിട്ട് ഇറങ്ങി വന്നത്. ഇതുവരെയും ആ സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. ഞാൻ നേരെ വരികയും കളീക്കവിള എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അടുത്താണ് കളീക്കവിള. അത് തമിഴ്നാടാണ്. ഡ്രൈവർമാർ എല്ലാവരും ചേർന്ന് ഒരു പ്രാർത്ഥന തുടങ്ങി. ഈ പ്രാർത്ഥനയ്ക്ക് പേരിട്ടത് ഗിദിയോൻ പ്രയർ ഫെലോഷിപ്പ്. ഗിദിയോൻ പ്രയർ ഫെലോഷിപ്പ് എന്ന ഈ പ്രാർത്ഥനയ്ക്ക് പേരിടുകയും ഈ പ്രാർത്ഥന കൂട്ടായ്മ ഒരു അനുഗ്രഹത്തോടെ മുമ്പോട്ട് പോവുകയും ചെയ്തു. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ, കുറേ നാൾക്കൾ അങ്ങനെ പോയി വരുമ്പോൾ പെട്ടെന്നായിരുന്നു ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്ന് ഓരോരുത്തരായി പൊളിഞ്ഞു പോകാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ 2 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഞാൻ വന്നു പറഞ്ഞു, ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ വന്നിട്ട് കാര്യമില്ലല്ലോ. ഞാനും പോയി 2 ദിവസം ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു നോക്കി. അവിടെ നിന്ന് ഈ ഗിദിയോൻ പ്രയർ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ആ നാമധേയത്തിൽ ഞാനൊരു ഗിദിയോൻ പ്രയർ ഫെലോഷിപ്പ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞ് ഒന്ന് രൂപം കൊണ്ടു. അത് രജിസ്ട്രേഷൻ ചെയ്തു. ഈ രജിസ്ട്രേഷൻ ചെയ്ത ഇതേ കോപ്പിയും കൊണ്ട് ഞാൻ ഈ പാസ്റ്റർ അടുക്കലേക്ക് പോയി പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. നിങ്ങളാണ് എനിക്ക് സ്നാനം തന്നത്, നിങ്ങളാണ് എനിക്ക് ഗുരു, ഈ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചതൊക്കെ നിങ്ങളാണ്, പ്രാർത്ഥിക്കണമെന്ന് ഇത് കയ്യിൽ കൊടുത്തപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ്, இப்படி செய்வேன்னு எனக்கு தெரியாது, அதனால சரி നീ നടത്തിക്കോ എന്ന് ചൊല്ലി പ്രാർത്ഥിച്ച് എനിക്ക് തരുവാൻ ഇടയുണ്ടായി. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ ആരാധന തുടങ്ങി. 3 പേർ തുടങ്ങിയ ആരാധന അനേകം പേരാൽ ഇരിക്കാനൊരു സ്ഥലമില്ലാതെ ആരാധന ദൈവം തന്നു. മണ്ഡപം എടുത്തു. മണ്ഡപങ്ങളെല്ലാം ഫുള്ളായിരിക്കും. ഇന്നും ഞങ്ങളുടെ സഭ എങ്ങനെ ഇരിക്കുന്നു അതേപോലെ മണ്ഡപത്തിന് ഇരിക്കും. ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ തുടങ്ങി, അതിശയങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. ഈ ഒന്നുമില്ലാത്ത എന്നെ, ഈ പഠിപ്പറിവില്ലാത്ത എന്നെ, ഇന്ന് ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാത്ത എന്നെ മലയാളത്തിലും തമിഴിലും സംസാരിക്കാൻ എന്നെ വയ്ക്കുകയും ഞാൻ ഇന്ന് മലയാളത്തിലും തമിഴിലും സംസാരിക്കുവാൻ ദൈവൻ എന്നെ നിർത്തി. അങ്ങനെ ഒരു 30 സെൻറ്റ് സ്ഥലം മുണ്ടപ്പുറ പാഠശാലയുടെ അടുത്ത് തന്നെ 31 സ്ഥലം വാങ്ങിക്കുകയും ഈ സ്ഥലം വാങ്ങി ഒരു ഹാളിടുകയും ഹാളിൽ എനിക്ക് ടൈൽസ് ഒഴിവാക്കി തന്നു. ആ പഞ്ചായത്തിലെ അണ്ണന്മാർ ചേർന്ന് എനിക്ക് ടൈൽസ് ഒഴിവാക്കി തരികയും ഈ ടൈൽസ് ഒഴിവാക്കി തന്ന ഉടൻ തന്നെ ആ ആലയം പ്രേയർ ഹാൾ ഫെലോഷിപ്പിൻ്റെ ഹാളായിട്ട് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് ഗിദിയോൻ മിഷൻ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് വീണ്ടും അതിനെ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. രജിസ്റ്റർ ചെയ്യുകയും എന്നൊരു നല്ല അനുഗ്രഹമായ ഒരു സഭ ദൈവം എന്നെ തരികയും ദൈവം ഇന്ന് 27 വർഷം കൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ദൈവം ഇടവരുത്തി. ഒരു മൈക്കിന് വേണ്ടിയൊക്കെ ഞാൻ ഇന്ന് ഓരോ കടയുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്, ആരും തന്നിട്ടില്ല. ഇന്ന് എനിക്ക് ഇഷ്ടംപോലെ മൈക്കുകൾ എൻ്റെ സഭയിൽ ഇഷ്ടംപോലെ ഏത് വെറൈറ്റി വേണമെങ്കിലും ഉപയോഗിക്കാൻ ദൈവം തന്നു. എനിക്ക് ഒരു ബാച്ചിന് വേണ്ടി ചെന്ന് ഒരു കടയിൽ ചെന്ന് നിന്നിട്ടുണ്ട്. പണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാച്ച് കേൾക്കുന്നതിന് മുമ്പേ എന്നെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. പക്ഷേ ഞാൻ ആത്മീയത്തിൽ ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ഒരു മൈക്കിനോ ഒരു ബാച്ചിനോ പോയാൽ എന്നെ പരിഹസിക്കും. അവിടെ മധ്യയിൽ അവർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ തക്കവണ്ണം ഇങ്ങോട്ട് വരും. എല്ലാത്തിലും ദൈവം എന്നെ ബലപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്ട്രോക്ക് വന്നത്. സ്ട്രോക്ക് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഒരു മനുഷ്യൻ ദൈവവേല ഏർപ്പെട്ടു പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു കഷ്ടതയോ ഒരു പ്രശ്നമോ കടന്നു വരുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് വന്നാൽ
ഒരു ചെറിയ പ്രശ്നം വന്നാൽ അത് നല്ലതെന്ന് എണ്ണണം. എൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്ട്രോക്ക് പോലെ വന്നു. സ്ട്രോക്കാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല. ഞങ്ങൾ അന്നും ഊഴിയത്തിനൊക്കെ പോകും. ദൈവവേലയ്ക്ക് ഞങ്ങൾ കടന്നു പോയിട്ട് വീട്ടിൽ വരും. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ കാലിനും കൈക്കും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ് പെട്ടെന്ന് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പാറശാലുള്ള SP ആസ്പത്രി ചെന്ന് ഒരു സ്കാനിങ് എടുക്കുകയും സ്കാനിങ്ങിൽ പറഞ്ഞു സ്ട്രോക്കാണ്. ഡോക്ടർ പറഞ്ഞു സ്ട്രോക്കാണ്. ചിലപ്പോൾ മരുന്നടയ്ക്കാം, മരുന്നടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുൾ സ്ട്രോക്കായി വരാനും ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അന്ന് രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിരുന്ന് കരഞ്ഞു. രാത്രി മുഴുവനും ചെന്നിരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്ത പോയ സ്ഥലം ഞാൻ ഒറ്റയ്ക്ക് ഒരാളായിട്ട് ഇനി പോകാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ഭാര്യയെ ഇല്ലാതെ എനിക്ക് ഒരിടത്തും ഒളിയും ചെയ്യാൻ കഴിയില്ല. ഞാൻ ആ മേശയിൽ കരഞ്ഞു. അന്ന് രാത്രി 3 മണിയായപ്പോൾ എൻ്റെ ഭാര്യ എഴുന്നേറ്റ് നടന്നു. പാറശാല ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർമാർ ആശ്ചര്യപ്പെട്ടു. രാവിലെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് നടക്കാൻ പറയുന്നു, കൈനൂത്ത് നോക്കാൻ പറയുന്നു. ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചതാണ്. ഡോക്ടർക്ക് പോലും അതിശയമുണ്ടാകത്തക്കവണ്ണം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഞാൻ നേരിട്ട് കണ്ടതാണ്. ബോൺ ക്യാൻസർ സുഖമാവുന്നതും ക്യാൻസർ സുഖമാവുന്നതും മുഴ വയറ്റിൽ നിന്ന് ഗ്യാസ് പൂവും പോലെ പോകുന്നതും ഇതൊക്കെ നേരിട്ട് ഞാൻ കണ്ടതാണ്. എനിക്ക് സത്യം, ഞാൻ ക്രിസ്തുവിനകത്ത് വന്നതിന് ശേഷം സത്യം മാത്രമേ എനിക്ക് പറയാൻ അറിയൂ. ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് മനുഷ്യരെ മത്തിയിൽ കെട്ടുകഥ കൊണ്ട് നിറയ്ക്കാൻ എനിക്ക് അറിയില്ല. എന്നാൽ ഞാൻ ഒരു വാക്ക് പറയുന്നു, ഇന്ന് അനേകം പേരുടെ വിശ്വാസം തണിഞ്ഞു പോകുന്നു, ക്രിസ്തുവിൽ നിന്ന് പിരിയുന്നു, കൃപയിൽ നിന്ന് വീഴ്ന്നു പോകുന്നു. അനേകം പേരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ നിന്ന് പിരിഞ്ഞ് കൃപയിൽ നിന്ന് വീഴ്ന്നു പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുവാനും അവർക്ക് താമസമുണ്ട്. അത് താമസിയാതെ തന്നെ ആ ക്രിസ്തുവിൽ നിന്ന് ഒരിക്കലും പിരിയരുത്. പിരിയുവാൻ കാരണം പല പ്രലോഭനങ്ങൾ, പല പ്രശ്നങ്ങൾ, ലോകത്തിൻ്റെ കെണികളെല്ലാം നമ്മളെ ഞെരുക്കും. എല്ലാ കെണികളും നമ്മളെ ഞെരുക്കിയിരുന്നാലും ക്രിസ്തുവിൽ നിന്ന് പിരിയരുത്. നിർത്തിയത് തന്നെ. നിർത്തുന്ന ദൈവം ശക്തനായ ദൈവമാണ്, ബലവാനായ ദൈവം. അനേകം പേർക്ക് അത് അറിയാതെ പോകുന്നത് കൊണ്ടാണ് ഫസ്റ്റ് ക്രിസ്തുവിൽ നിന്ന് പിരിയുന്നു, ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് പിരിയുന്നു, ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ മനസ്സ് വയ്ക്കുന്നില്ല, മാറുന്നു, പിരിയുന്നു. കൃപ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അവർ വീഴുന്നത് ഒരു വലിയ ചതിക്കുഴിയിൽ വീഴുന്നു. അവർക്ക് വീണ്ടും തിരിച്ചെഴുന്നേൽപ്പാൻ കഴിയാതെ പോകുന്നു. എന്നാൽ ആ ക്രിസ്തുവിൻ്റെ വചനം അതിശക്തിയുള്ളതാണ്. ഒരു പഠിപ്പറിയില്ലാത്ത ഞാൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ വചനം ശക്തിയുള്ളതാണ്. ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുവാനും, ഏത് മനുഷ്യനെയും ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാനും, ഏത് മനുഷ്യനെയും അവനെ ബോധവൽക്കുവാനും കഴിവുള്ളതാണ് ക്രിസ്തുവിൻ്റെ വചനം. ഈ ക്രിസ്തുവിൻ്റെ വചനം അനേകം പേർ തള്ളിക്കറിയാറുണ്ട്. അത് എനിക്ക് മനസ്സിലായി ക്രിസ്തു ആരാണെന്ന്. എൻ്റെ ഭാര്യ അന്ന് എഴുന്നേറ്റ് നടന്നു. നിങ്ങൾ ആരാണെന്ന് കേട്ടു. അപ്പോഴാണ് ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞ്, ഞങ്ങൾ ദൈവവേല ചെയ്യുകയാണ്, ട്രാൻസ്പോർട്ട് ഡ്രൈവറായിരുന്നു, അവിടെ നിന്ന് VRS എഴുതി കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്, ഞങ്ങൾ ഇപ്പം ദൈവത്തിൻ്റെ വേല ചെയ്യാണ്. അപ്പോഴാ ഡോക്ടറിനോട് പറഞ്ഞു, നീ എവിടെ പോയിരുന്നാലും നിൻ്റെ ഭാര്യയെ വീട്ടിലിട്ടിട്ട് പോകരുത്, നീ ഏത് സ്ഥലത്ത് പോയിരുന്നാലും നിൻ്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകണം. ഞങ്ങളങ്ങനെ തന്നെ 2025 വരെ അങ്ങനെ തന്നെ നടന്നിരുന്നു. 7 മാസക്കാലം വീണ്ടും എൻ്റെ ഭാര്യയ്ക്ക് വീണ്ടും ഒരു പ്രശ്നം കടന്നു. അത് കൊളസ്ട്രോൾ കട്ടിയായിരുന്നു, ഒരു വലിയ കട്ടി. അത് തിന്നുന്ന ആഹാരമെല്ലാം അതെടുത്ത് പെരുകിക്കൊണ്ടേയിരിക്കും.
ഞങ്ങൾ ഇവിടുത്തെ ഒരു ഡോക്ടറോട് സംസാരിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, SATയിൽ ഒരു ഡോക്ടറുണ്ട്, നിങ്ങൾ പോയി കാണിക്കുക എന്ന് പറഞ്ഞ് ലെറ്റർ തന്നേച്ചു കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ് എടുക്കാൻ പറഞ്ഞു. സ്കാനിങ്ങെല്ലാം എടുത്ത് നോക്കി, ബാക്കിയുള്ള വലിയ വലിയ സ്കാനിങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ട് കാണിച്ചപ്പോൾ അവർ നോക്കിയപ്പോൾ പറഞ്ഞു, ഇത് ക്യാൻസറാണ്. നോക്കണമേ. അപ്പോൾ ഒരു മനുഷ്യനെ ദൈവത്തിന് പുതുക്കണം. നമ്മളെ കാലം തീരുന്നില്ല, നമ്മുടെ നാൾക്കൾ തീരുന്നില്ല, നമ്മുടെ പ്രവർത്തനം തീരുന്നില്ല. അപ്പോൾ നമ്മളെ വീണ്ടും പണിയണം, ദൈവത്തിന് പണിയുവാൻ വേണ്ടിയാണ് വരുന്ന ശോധനകൾ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനി RCC തന്നെ പോകണം. ഞാൻ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഭയപ്പാടാണ്. അനേകം ക്യാൻസർ രോഗികൾ ഇവിടെ നിന്ന് സൗഖ്യമായിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ചോദ്യചിഹ്നമായി നിൽക്കാതെ ഉടൻ തന്നെ RCC കൊണ്ടുപോയി. കൊണ്ടുപോയി എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർമാർ അവർ തന്ന CD എല്ലാം മറിച്ചും തിരിച്ചുമിട്ട് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി. ടെസ്റ്റ് ചെയ്തിട്ട് ബയോപ്സിക്ക് അയച്ചു. 1 എടുത്തു, ക്യാൻസറില്ല. 2 എടുത്തു, ക്യാൻസറില്ല. 3-ാമത് തൈറോയ്ഡ് വരുന്നുണ്ട്, ഈ കഴുത്തിൻ്റെ അടിയിൽ നിന്ന് എടുത്തു, അതിലും ക്യാൻസറില്ല. ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, ഈ കട്ടി ഇനി വരാതിരിക്കണമെങ്കിൽ 6 ഹീമോ എടുക്കണമെന്ന് പറഞ്ഞു. ഹീമോ എടുത്തു, 6 എടുത്തു. പിന്നെ പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് മെഡിസിൻ്റെ ആവശ്യമില്ല, ചെക്കപ്പിന് മാത്രം വന്നാൽ മതി, മെഡിസിൻ ഇല്ല. നോക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തി, എത്ര വലിയ പ്രവൃത്തി. ഇന്നിവിടെ നല്ലൊരു സഭ വയ്ക്കുവാനും ദൈവം നമ്മളെ കൊണ്ട് പ്രവർത്തിച്ചു. ദൈവം പണിതു. ദൈവം നമ്മളെയാണ് പണിതത്. ദൈവം ഒരിക്കലും ദൈവത്തിൽ അന്വേഷിക്കുന്ന തൻ്റെ മക്കളെ ഒരിക്കലും ഇടിച്ചു കളയില്ല. അവൻ പണിയും. നട്ടതിനെ വളർത്തിക്കൊണ്ടുവരും, അതിനെ പുടുങ്ങിക്കളയില്ല. പിശാചാണെങ്കിൽ പുടുങ്ങിക്കളയുവാനുള്ള പല പദ്ധതികളും നോക്കും. എങ്ങനെയെങ്കിലും വളർന്നെടുത്ത് നിന്നെ വെട്ടിക്കളയുവാനുള്ള പദ്ധതികൾ പിശാച് നോക്കും. എന്നാൽ ദൈവം അതിന് ഞങ്ങളെ നിർത്തി, ഞങ്ങളെ നട്ടു വളർത്തി ദൈവം നമ്മളെ ഉയർത്തുവാൻ ഇടയുണ്ടായി. ഇപ്പോൾ ഞങ്ങൾക്ക് തിരുവട്ടാറിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സഭ ഉണ്ട്. അതിൻ്റെ കിഴസഭയാണ്. എല്ലാം ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ എന്ന് പറയും പോലെ എല്ലാം പൊതു സ്വത്തായി, എല്ലാം വാങ്ങിക്കുന്ന 1 സെൻറ്റായിരുന്നാലും അത് ട്രസ്റ്റിൻ്റെ പേരിലേ വാങ്ങിക്കുള്ളൂ. ഇതും ട്രസ്റ്റിൻ്റെ പേരിലാണ്. തിരുവട്ടാറിലുള്ളതും ട്രസ്റ്റിൻ്റെ പേരിലാണ്. ചിത്രംകോട് ഒരു സഭ ഉണ്ട്, അതും ട്രസ്റ്റിൻ്റെ പേരിലാണ്. തോവാള ഒരു സഭ ഉണ്ട്, അതും ട്രസ്റ്റിൻ്റെ പേരിലാണ്. ഇന്ന് എൻ്റെ മക്കളും ദൈവവേല ചെയ്യുകയാണ്. അവിടെയാണ് ഒരു വലിയ ജയം എനിക്ക് തന്നത് ദൈവം. ഇന്നത്തെ ആളുകളെ നമ്മൾ നോക്കുമ്പോൾ മക്കളെ ഒരു IPS എടുക്കാൻ വേണ്ടി വലിയ കഷ്ടപ്പെടുന്നു അപ്പന്മാർ, പാസ്റ്റർമാർ. മക്കളെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കുന്ന അമ്മമാരുണ്ട്, അപ്പന്മാരുണ്ട്. എല്ലാം പാസ്റ്റേഴ്സാണ്, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരാണ്. എനിക്കിഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്കെല്ലാം ചെയ്യാൻ ആളുണ്ടായിരുന്നു. എനിക്കെല്ലാം ചെയ്തു തരാൻ ആൾ എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നു. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്നത് കൊണ്ട് എല്ലാം എൻ്റെ കൈപ്പള്ളിയിലുണ്ട്. ഞാൻ ഒരു വാക്ക് ചെന്ന് അവിടെ പറഞ്ഞാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ആളുകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ VS മുതലുള്ള എല്ലാ ആളുകളെയും എനിക്കറിയാം. എനിക്ക് ചെന്ന് അവരുടെ മുമ്പിൽ നിൽക്കാൻ ആരുടെ ലൈസൻസ് എനിക്ക് വേണ്ട. എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ അറിയാം. പക്ഷേ ദൈവം എനിക്ക് തന്ന ജീവൻ മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കണം. അതൊന്ന് മാത്രമാണ്. എൻ്റെ മകളെ ഒരു പാസ്റ്റർ പയ്യനെ കെട്ടിക്കെടുത്ത് ആ മകനെ എൻ്റെ ഒരു കിളി സഭയായ ഊരമ്പ് സ്ഥലത്ത് ഒരു സഭ ഞാൻ കൊടുത്തു. അവർ നല്ല ആത്മാക്കളെ നേടുന്നവരാണ്. മകളും മരുമോനും, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ മോനാണെന്നുണ്ടെങ്കിൽ
ആനടി സഭയും ചിത്തനംകോട് സഭയും നോക്കുന്നുണ്ട്. അവിടെ ഒരു പാസ്റ്ററുണ്ട്, ഒരു സഭയിൽ, ആനടി സഭയിൽ പാസ്റ്ററുണ്ട്. ചിത്തനംകോട് സഭയെ നോക്കുകയും ആ സഭയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. തോവാളയിൽ ഒരു സഭ ഉണ്ട്. തോവാളയിലെ സഭയും ഈ മെയിൻ സ്ഥാപനത്തെയും ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടും നമ്മൾ ക്രിസ്തുവിൽ നിന്ന് പിരിയാതെ ക്രിസ്തുവിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഈ രോഗം വന്നു, തളർന്നു പോയില്ല. പലരും പറഞ്ഞു ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞു, ഇനി ഇതോടെ തീർന്നു എന്ന് പറഞ്ഞു. പലരും സന്തോഷിച്ചു. അവരുടെ സന്തോഷം അവർക്ക് ദുഃഖമായി തീരുവാൻ തക്കവണ്ണം കുറേ നാൾക്കൾ കഴിഞ്ഞപ്പോൾ 2026 എൻ്റെ ഭാര്യ എൻ്റെ ബൈക്കിൽ തന്നെ ഇരുന്ന് പള്ളിയിൽ വരുവാനിടയുണ്ടായി. ഇപ്പം ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ തന്നെ എൻ്റെ പുറകുണ്ട്. ദൈവം അത്ര വലിയ ദൈവമാണ്. ആ യേശുവിനെ ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലൊക്കെയും ഏത് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളോ വേദനകളോ വന്നിരുന്നാലും ഒരു വലിയ മാറ്റം ദൈവത്തിന് തരുവാൻ കഴിയും. ദൈവത്തിന് കഴിയാത്ത ഭൂമിയിലൊന്നുമില്ല. ദൈവം നമ്മളെപ്പോഴും ചന്തമായി ഭംഗിയായി വയ്ക്കുവാൻ നമ്മൾ കർത്താവിൻ്റെ കരത്തിലൊരു രാജമുടി തന്നെ, ഒരു ഭംഗിയുള്ള കിരീടം തന്നെ. കാരണം ദൈവം നമ്മളെ ആ കിരീടമായി കാണുവാൻ ആഗ്രഹിക്കുന്നു, ആ രാജമുടിയായി കാണുവാൻ ആഗ്രഹിക്കുന്നു. അനേകം ആഗ്രഹത്തെ, ദൈവത്തിൻ്റെ ആഗ്രഹത്തെ നിവർത്തിക്കാൻ പറ്റാതെ വണ്ണം അവർ ചതിക്കുഴിയിൽ അകപ്പെട്ടു പോകുന്നു. നമുക്കറിയാൻ കഴിയും, ഇപ്പോഴത്തെ ലോകത്തിലെ എല്ലാ ആത്മീയ ലോകത്തെ നമുക്ക് ഈ ടി വിയിൽ കൂടെ തന്നെ നമ്മൾ പലതും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, അതല്ല ലോകം. യേശുവിൻ്റെ ലോകം അതല്ല. യേശു എന്നും അധ്വാനിക്കുന്നതിൻ്റെയും ഭാരം ചുമന്നുകൊണ്ടിരിക്കുന്നവൻ്റെയും വകയാണ് ദൈവം യേശു. അതുകൊണ്ടാണ് യേശു വിളിച്ചത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വാസം പകരുന്ന ഒരു നല്ല ദൈവമുണ്ട്. നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നാൽ ആ അവസ്ഥകൾക്കും ഒരു മാറ്റം തരുന്ന ഒരു നല്ല ദൈവമാണ് യേശു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ RCC സംബന്ധമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഡൽഹിയിലുള്ള ഒരു സഹോദരി സയൻസ് സിസ്റ്ററിനെ എനിക്ക് പരിചയപ്പെടുവാൻ ഇടയുണ്ടായി. ബെൽസി സിസ്റ്ററിനെ എനിക്ക് പരിചയപ്പെടാൻ ഇടയുണ്ടായി. പിന്നെ വേറൊരു അതിനകത്തുള്ളൊരു പാസ്റ്ററിനെ എനിക്ക് പരിചയപ്പെടുവാൻ ഇടയുണ്ടായി. ഇവരെല്ലാവരും 3 പേരും എനിക്ക് നല്ല ധൈര്യത്തെ തന്നു. ലോകം പറഞ്ഞു ഇതോടെ തീർന്നു, ഇതോടെ തകർന്നു പോയി, ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ഊഴിയ സഹോദരിമാർ നിറയെ പേര് സഭയിലുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാവരും കാലത്ത് സെറ്റ് ചേർന്ന് വന്നിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ആ പ്രാർത്ഥനയിൽ ഫലമായി ഞങ്ങൾക്കൊരു കുഴപ്പമില്ലാതെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇന്ന് ഞാൻ ടി വിയിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യമാണ്, സത്യമായ കാര്യമാണ്. കാരണം ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു, നിത്യമായ പിതാവ്, നമ്മളെ കൈവിടാത്ത ദൈവം. ഈ ദൈവത്തിൽ എത്ര തന്നെ നമ്മൾ ആശ്രയിക്കുന്നു, ആ ആശ്രയം വിടാതെ നമ്മൾ പിടിച്ചാൽ, മുറുകെ പിടിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി, നിങ്ങൾ എൻ്റെ ശാഖകൾ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങൾക്കുള്ളിലും നിലച്ചിരുന്നാൽ നിങ്ങൾ ചോദിക്കുന്നത് എന്താകട്ടെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പറഞ്ഞ സത്യമാണ്. യേശുവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ക്രിസ്തുവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല തന്നെ. ക്രിസ്തു നമ്മളിലും ക്രിസ്തുവിൻ്റെ വചനം നമുക്കുള്ളിലും വാസം ചെയ്യണം. അത് അനേകം പേർ അത് ചിന്തിക്കുന്നില്ല. നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. ഇത്തിരി ആർഭാടമായ ഒരു ജീവിതം നമുക്ക് കിട്ടുമ്പോൾ ആ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ആർഭാടമായ ജീവിതം നമുക്ക് വരുമ്പോൾ നമ്മളിതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തി ആർഭാടത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചു പോകുന്നു.
ഈ ആർഭാട ജീവിതം ആർക്കു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? ആർക്കെങ്കിലും ഉപയോഗമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഇല്ല. അത് ദൈവത്തിന് വേണ്ടിയാണ്, ദൈവത്തെ ഉയർത്താൻ വേണ്ടിയാണ് എങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കർത്താവ് ഒരിക്കലും കൈവിടില്ല, ഉപേക്ഷിക്കുമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. നിങ്ങളെ ആ എനിക്ക് ഈ ടി വിയുടെ പേരെനിക്ക് പിടിയില്ല കേട്ടോ. ആരോമ ടി വി. ശരി, സ്തോത്രം. പ്രാർത്ഥിക്കാം. ആരോമ ടി വി. ശരി, സ്തോത്രം. പ്രാർത്ഥിക്കാം. നമുക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുകയും ഇത്രയും സമയം ഈ ആരോമ ടി വിയിലൂടെ നിങ്ങൾ എൻ്റെ സാക്ഷ്യം കേട്ട നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാമോ? നല്ല പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിതാ നിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, ഇത് കേട്ട എല്ലാവരുടെയും ഹൃദയത്തിലും ദൈവം അത്ഭുതങ്ങളെ, അതിശയങ്ങളെ പ്രവർത്തിക്കണം. നീ വലിയ ദൈവമാണ്, ശക്തനായ ദൈവം. കർത്താവെ, നിൻ്റെ കൃപ തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് അടിയൻ്റെ സാക്ഷി കേട്ട എല്ലാവരുടെയും ജീവിതത്തിലും ഒരു താഴ്മ ധരിപ്പാനും, കർത്താവെ, നിൻ്റെ മുഖത്തേക്ക് തേടുവാനും, നിൻ്റെ മുഖത്തെ അന്വേഷിപ്പാനും ഇവരെന്നു മുതൽ തയ്യാറെടുത്ത് സ്വർഗത്തിലെ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുപ്പാൻ ദൈവം കൃപ ചെയ്യണം. ഈ ആരോമ ടി വി കർത്താവെ, ഏതെല്ലാം രാജ്യങ്ങൾ കടന്നു പോകുന്നു, ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വലിയ നന്മ ഉണ്ടാകണം. ഇത് കേൾക്കുന്നവർ ക്രിസ്തുവിലേക്ക് അടുക്കട്ടെ. ഇത് കേട്ട് മനസ്സിലാക്കുന്നവർ ക്രിസ്തുവിലേക്ക് അധികമായി അടുപ്പാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. പ്രത്യേകമായി ആരോമ ടി വി നടത്തുന്ന സഹോദരന് വേണ്ടി, ബ്രദറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവിൻ്റെ വേലയിൽ അധികമായി അനേകം പേർക്ക് ഉപയോഗപ്രദമായിരിക്കുന്ന ആരോമ ടി വിയിലെ നടത്തുന്ന സഹോദരന് വേണ്ടി ഞങ്ങൾ അധികമായി പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.